നിരവധി കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും കൂട്ടക്കുരുതി നടത്തിയ ഇസ്രായേൽ സയനിസ്റ്റ് ഭീകരത തുടരുന്നതിനിടെ ഓശാന ഞായറാഴ്ചയിൽ ജെറുസലേം രൂപതയുടെ ആശുപത്രി തകർത്ത് ഇസ്രായേൽ. ഗസ സിറ്റിയിൽ ജെറുസലേം രൂപതയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ആശുപത്രിയിൽ ബോംബിട്ട് തകർത്താണ് ഇസ്രായേൽ ഭീകരത തുടർന്നത്. അൽ അഹലി ആശുപത്രിക്ക് നേരെയാണ് ആക്രമണം നടന്നത്. ഓശാന ഞായറാഴ്ച ഇന്നലെ പുലർച്ചെയാണ് ആശുപത്രിക്ക് മുകളിൽ ഇസ്രായേൽ ബോംബിട്ടത്. ഇസ്രായേൽ ബോംബാക്രമണത്തിൽ ഇതുവരെ ആളുകൾക്കൊന്നും അപായം സംഭവിച്ചിട്ടില്ല എന്നാണ് റിപ്പോർട്ട് പുറത്തുവരുന്നത്. എന്നാൽ ആശുപത്രിയിലെ തീവ്ര ചികിത്സ, ശസ്ത്രക്രിയ, ഫാർമസി, ലബോറട്ടറി എന്നിവ പൂർണ്ണമായും തകർക്കപ്പെട്ടതായിട്ടാണ് വിവരങ്ങൾ പുറത്തുവരുന്നത്. ഫലസ്തീൻ സായുധ സംഘടനയായ ഹമാസ് ആശുപത്രികളെ ഒളിത്താവളങ്ങളാക്കി ഉപയോഗിക്കുന്നുവെന്ന് ആരോപിച്ച് ആരോഗ്യ കേന്ദ്രങ്ങൾക്ക് നേരെ ഇസ്രായേൽ ആക്രമണങ്ങൾ അഴിച്ചുവിടുന്നത്. നിലവിൽ അൽ അഹലി ആശുപത്രിയിലെ ആക്രമണവുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ബോംബാക്രമണത്തെ തുടർന്ന് ആശുപത്രിയിൽ നിന്ന് ഓടി രക്ഷപ്പെട്ട രോഗികളും ജീവനക്കാരും റോഡരികിൽ കിടന്നുറങ്ങുന്നതിന്റെ ദൃശ്യങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ്. രോഗികളെയും ജീവനക്കാരെയും ഒഴിപ്പിക്കേണ്ടി വന്നതായി ഗസ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. അന്താരാഷ്ട്ര നിയമങ്ങൾക്കും കരാറുകൾക്കും അനുസൃതമായി ഗസയിലെ ആരോഗ്യ മേഖലയെ സംരക്ഷിക്കാൻ ഞങ്ങൾ അന്താരാഷ്ട്ര സ്ഥാപനങ്ങളോട് ബന്ധപ്പെട്ട അധികാരികളോടും ആവശ്യപ്പെട്ടിരുന്നു. ഇതിനിടെ ഇസ്രായേൽ ആക്രമണത്തെ വിമർശിച്ച് ജെറുസലേം രൂപത രംഗത്ത് വന്നു. ക്രിസ്ത്യാനികളുടെ വിശുദ്ധവാരത്തിന്റെ തുടക്കത്തിൽ നടത്തിയ ആക്രമണത്തെ രൂപത അപലപിച്ചു. ഓശാന ഞായറാഴ്ചയിൽ യേശു ജെറുസലേമിൽ പ്രവേശിച്ചു എന്നാണ് വിശ്വാസം. ആക്രമണം മതപവിത്രതകളുടെയും അന്താരാഷ്ട്ര മാനുഷിക നിയമത്തിന്റെ അടിസ്ഥാന തത്വങ്ങളുടെയും ഗുരുതരമായ ലംഘനമാണെന്ന് ആംഗ്ലിക്കൻ സഭയുമായി അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള ഹയർ പ്രസിഡൻഷ്യൽ കമ്മിറ്റി ഫോർ ചർച്ച് അഫയേഴ്സ് ഇൻ ഫലസ്തീനും പ്രതികരിച്ചു. കഴിഞ്ഞ ദിവസം ഗസയിലെ ആശുപത്രികൾക്കുള്ള മാനുഷിക സഹായങ്ങൾ ഇസ്രായേൽ വീണ്ടും തടസ്സപ്പെടുത്തുന്നതായി ലോകരാജ്യ സംഘടന പ്രതികരിച്ചു. വെള്ളിയാഴ്ച മുതൽ സൈന്യം വ്യാപകമായി UN ജീവനക്കാരെയും വാഹന വ്യൂഹങ്ങളെയും തടയുന്നതായി സംഘടന ചൂണ്ടിക്കാട്ടി. ഉപരോധം അവസാനിപ്പിക്കണമെന്നും ഉടൻ വെടിനിർത്തൽ നടപ്പിലാക്കണമെന്നും ലോക ആരോഗ്യ സംഘടന ആവശ്യപ്പെട്ടു. ഗസയിലെ ആശുപത്രികളിലും ലോക ആരോഗ്യ സംഘടനയുടെ വെയർ ഹൗസുകളിലും മെഡിക്കൽ സപ്ലൈ അപകടകരമാം വിധം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നും WHO പ്രതികരിച്ചു. ഗസയിലെ അൽ അഹലി ഇന്തോനേഷ്യ ആശുപത്രികൾക്കുള്ള പ്രവേശനം തടസ്സപ്പെടുത്തിയതിനു പിന്നാലെയായിരുന്നു ലോക ആരോഗ്യ സംഘടനയുടെ പ്രതികരണം.